നന്ദികേടിനൊപ്പം വിവരക്കേടും. നരേന്ദ്രമോദി വിമർശിക്കുന്ന ഒവൈസി പോലും ഇന്ത്യക്കൊപ്പം നിൽക്കുന്ന ഈ അവസരത്തിൽ കോൺഗ്രസ് രാജ്യദ്രോഹത്തിന്റെ അങ്ങേയറ്റത്തേക്ക്. പാകിസ്ഥാനെതിരെ യുദ്ധം വേണ്ട എന്ന് പ്രഖ്യാപിച്ച നാണം കെട്ട കോൺഗ്രസ് ഒരു പടി കൂടി കടന്ന ലോകത്തിനു മുന്നിൽ പരിഹാസപാത്രമാവുകയാണ്. ചൊവ്വാഴ്ച നടത്തിയ ഗയാബ് എന്ന ക്യാമ്പയിൻ വിവാദമായിരിക്കുന്നു. മുൻ പാക് മന്ത്രിയായ ഫവാദ് ഹുസൈൻ ചൌധരി മോദിയെ കാണാനില്ല എന്ന രീതിയിൽ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച ഒരു കുറിപ്പ്. ആ കുറിപ്പിന് മറുപടിയായാണ് കോൺഗ്രസ് തലയില്ലാത്ത നരേന്ദ്രമോദിയുടെ ചിത്രം പങ്കുവച്ചത്. പാകിസ്ഥാനിലെ മുൻ മന്ത്രി മോദിയെ പരിഹസിച്ചുകൊണ്ട് നടത്തിയ സമൂഹ മാധ്യമ പോസ്റ്റിന് മറുപടിയായി കോൺഗ്രസ് മോദിയുടെ തലയില്ലാത്ത ചിത്രം പങ്കുവച്ചത് രാജ്യദ്രോഹമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. പാക് മന്ത്രിയുടെ മോദിയെ പരിഹസിച്ചുകൊണ്ടുള്ള സമൂഹ മാധ്യമ പോസ്റ്റിന് മോദിയുടെ തലയില്ലാത്ത ചിത്രം പങ്കുവച്ചാണ് കോൺഗ്രസ് മറുപടി നൽകിയത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ പാകിസ്ഥാൻ അടിക്കാൻ വടി കയ്യിൽ കൊണ്ടുകൊടുത്തിരിക്കുകയാണ് കോൺഗ്രസ്. സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ നരേന്ദ്രമോദി പങ്കെടുക്കാതിരുന്നതിനെ മോദിയെ കാണാനില്ല എന്ന രീതിയിൽ കോൺഗ്രസ് ക്യാമ്പയിനാക്കാൻ ശ്രമിച്ചിരുന്നു. അതീവ ഗൗരവമുള്ള സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാകും അങ്ങേയറ്റം സംയമനം പാലിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓരോ ചുവടും വയ്ക്കുന്നത്. ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കുന്നതിലാകട്ടെ, അന്താരാഷ്ട്ര നേതാക്കളിൽ നിന്ന് പിന്തുണ നേടുന്നതിലാകട്ടെ, അതിലെല്ലാം നരേന്ദ്രമോദി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കോൺഗ്രസിലെ കർണാടക നേതാക്കളായ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, കർണാടകയിലെ കോൺഗ്രസ് മന്ത്രിയായ തിമ്മപ്പൂർ, ജമ്മു കാശ്മീരിലെ കോൺഗ്രസിന്റെ ചീഫായ താരിഖ് കാര ഇവരാണ് പാകിസ്ഥാനെതിരെ യുദ്ധം ആവശ്യമില്ല എന്ന ഒരു പ്രഖ്യാപനം നടത്തിയത്. പഹൽഗാമിൽ 26 ടൂറിസ്റ്റുകളെ തീവ്രവാദികൾ വെടിവെച്ചു കൊന്ന സംഭവത്തിൽ ഈ ഭീകരവാദത്തിന് കാരണക്കാരായ പാകിസ്ഥാന് തിരിച്ചടി കൊടുക്കണം എന്ന് പ്രഖ്യാപിക്കുന്ന അവസരത്തിലാണ് കോൺഗ്രസ് നേതാക്കളുടെ ഈ നിലപാട്. ഈ പ്രസ്താവനയ്ക്കെതിരെ ദേശീയ തലത്തിൽ വളരെ വലിയ രീതിയിൽ വിമർശനം ശക്തമായി. കോൺഗ്രസ് വക്താവായ ജയറാം രമേശ് തന്നെ ഇത്തരം പ്രസ്താവനകൾ നിർത്തിവെക്കണമെന്നും പഹൽഗാം പ്രശ്നത്തിൽ കേന്ദ്ര സർക്കാരിന് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവിധ പിന്തുണയും നൽകണമെന്നും ആഹ്വാനം ചെയ്തിരുന്നു. എന്നാൽ ഈ ആഹ്വാനത്തിന് പുല്ലുവില നൽകിയാണ് പാകിസ്ഥാനിലെ മന്ത്രിയുടെ സമൂഹ മാധ്യമ സന്ദേശത്തിനൊരു മറുപടി നൽകുന്നത് പോലെ നരേന്ദ്രമോദിയുടെ തലയില്ലാത്ത ചിത്രം കോൺഗ്രസ് സമൂഹ മാധ്യമ പേജിൽ പങ്കുവച്ചത്. കോൺഗ്രസ് ഇതിൽ പരം നാണം കെടാനുണ്ടോ, അധപ്പതിക്കാനുണ്ടോ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കോൺഗ്രസ് ആണ് പറയേണ്ടത്. കോൺഗ്രസ് പാർട്ടിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇപ്പോൾ ആയുധമാക്കിയിരിക്കുകയാണ് പാകിസ്ഥാൻ. കേരള ഘടകത്തിന്റെ എക്സ്പോസ്റ്റാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുന്നത്. പാക് ഭീകര സംഘടനകളുടെ തലവന്മാരും രാഷ്ട്രീയക്കാരും രാജ്യവിരുദ്ധ പോസ്റ്റ് വ്യാപകമായി ഷെയർ ചെയ്യുകയാണ്. ഇന്ത്യക്കെതിരെ കിട്ടിയ ആയുധം എന്ന നിലയിൽ അവർ ഇതിനെ ഉപയോഗിക്കുന്നു. കോൺഗ്രസ് പാർട്ടി നേതാക്കളുടെ രാജ്യവിരുദ്ധ പ്രതികരണങ്ങൾക്കും പാകിസ്ഥാനും വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പാകിസ്ഥാനുമായി യുദ്ധം ചെയ്യേണ്ട ആവശ്യം എന്ന പ്രസ്താവന ഇത്തരത്തിലൊന്നാണ്. മുതിർന്ന നേതാവ് മണിശങ്കർ അയ്യർ സമാന സ്വഭാവമുള്ള പ്രസ്താവന നടത്തിയിരുന്നു. അതും പാകിസ്ഥാൻ ഏറ്റെടുത്തിരുന്നു. പ്രതിസന്ധി ഘട്ടത്തിൽ പോലും രാജ്യവിരുദ്ധ സ്വഭാവം പ്രകടമാക്കുന്ന കോൺഗ്രസിനെ കടന്നാക്രമിച്ച് BJP രംഗത്തെത്തി. കോൺഗ്രസ് ലഷ്കർ ഇ പാകിസ്ഥാൻ കോൺഗ്രസായി മാറിയോ എന്ന് ദേശീയ വക്താവ് സൗരവ് ഭാണ്ഡ്യ ചൂണ്ടിക്കാണിക്കുന്നു. സൈന്യത്തെ അവഹേളിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. രാജ്യത്തിന്റെ അഖണ്ഡതയെ ദുർബലപ്പെടുത്താനാണ്. ഒരിക്കലും നമുക്ക് ഈ ശ്രമത്തെ നിഷ്കളങ്കമായി കാണാൻ സാധിക്കുകയില്ല എന്ന ഔദ്യോഗിക പേജിൽ രാജ്യവിരുദ്ധ പോസ്റ്റ് വന്നതിന് പ്രതിപക്ഷ നേതാവ് രാഹുൽ മറുപടി പറയണം എന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. രാഹുൽ ഗാന്ധി രാജ്യത്തെ പിന്നിൽ നിന്ന് കുത്തിയെന്നാണ് BJPയുടെ ആരോപണം. 26 പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തെ മറ്റൊരർത്ഥത്തിൽ പിന്തുണയ്ക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത്. പാകിസ്ഥാനൊപ്പം ചേർന്ന് അദ്ദേഹം സ്വന്തം രാജ്യത്തെ ഒറ്റുകൊടുക്കുന്നുവെന്നും BJP കുറ്റപ്പെടുത്തി. മോദിയുടെ ചിത്രം പങ്കുവച്ചതിന് എതിരായി വെള്ള ടീഷർട്ടും നെഹ്റു തൊപ്പിയും വെച്ച് പുറംതിരിഞ്ഞു നിൽക്കുന്ന ആളുടെ കയ്യിൽ പിന്നിൽ കെട്ടിയ നിലയിൽ കത്തിപ്പിടിച്ചിരിക്കുന്ന ചിത്രവും പങ്കുവച്ചു. പാകിസ്ഥാന്റെ സുഹൃത്ത് എന്ന അടിക്കുറിപ്പോടെയാണ് BJP വക്താവ് RP സിംഗ് ഈ ചിത്രം പങ്കുവച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മൻസ്.